എനിക്കായി മാറി മറയേണ്ടതോർത്ത് ചന്ദ്രനക്ഷത്രാദികൾ വിതുമ്പുമ്പോൾ മാറ്റമില്ലാതെങ്ങും വിരാജിക്കും ദൈവമേ, അങ്ങയെ വാഴ്ത്തുന്നു ഞങ്ങൾ. ഉദിച്ചെങ്ങും പ്രഭതൂകും പാരിലെ സൂര്യരശ്മിയേക്കാൾ പ്രശോഭിച്ചെന്നും പ്രസാദമേകുന്ന ദൈവമേ, അങ്ങേ മഹിമാവെത്ര മനോജ്ഞം. യേശുവിൽ സ്നേഹമുള്ളവരെ, ദൈവമായ കർത്താവ് നൽകിയ ഈ പ്രഭാതത്തെ ഓർത്ത് ദൈവത്തിൻ്റെ പരിശുദ്ധ നാമത്തിന് നമുക്ക് നന്ദി അർപ്പിക്കാം. ഓരോ പ്രഭാതവും ദൈവസ്നേഹത്തിൻ്റെ ഒരു ഉണർത്തുപാട്ടാണ്. ഈ രാത്രി മുഴുവൻ പ്രിയമുള്ളവരെ, സകല ജീവിജാലങ്ങളും ഈ പ്രപഞ്ചവും പ്രകൃതിയും എല്ലാം വിശ്രമത്തിലായിരുന്നു, ഉറക്കത്തിലായിരുന്നു. ദൈവമായ കർത്താവ് ഈ പുലരിയിൽ തൻ്റെ സ്നേഹത്താൽ നമ്മെ എല്ലാവരെയും തഴുകി ഉണർത്തുകയാണ്. ദൈവത്തിൻ്റെ സ്നേഹം ഓരോ പ്രഭാതത്തിലും പുതിയതത്രേ എന്ന് വചനം സാക്ഷ്യപ്പെടുത്തി നൽകുമ്പോൾ, ഈ പ്രഭാതത്തിൽ ദൈവം എന്നിലേക്കും നിങ്ങളിലേക്കും ചൊരിയാൻ ആഗ്രഹിക്കുന്ന ആ പുതിയ സ്നേഹത്തെ ഹൃദയം തുറന്ന് മനസ്സ് തുറന്ന് പ്രാർത്ഥനയോടെ നമുക്ക് സ്വീകരിക്കാം. പ്രാർത്ഥനയോടെ ആരംഭിക്കുന്ന ഒരു ദിനം പ്രാർത്ഥനയോടെ ദൈവത്തിൻ്റെ അനുഗ്രഹമായി അവസാനിക്കും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ഈ ദിനം പ്രാർത്ഥനയോടെ ആരംഭിക്കാം. ദൈവകരങ്ങളിലേക്കെല്ലാം നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. കർത്താവിൻ്റെ കരുണയാണ്, സ്നേഹമാണ് നമ്മുടെ ജീവിത വഴികളെ പ്രകാശിതമാക്കുന്നത് എന്ന പരമസത്യത്തെ തിരിച്ചറിഞ്ഞ് നമുക്ക് ഏറ്റുപറയാം. സങ്കീർത്തന വാക്കുകൾ, വചസ്സുകൾ നമുക്ക് ഓർക്കാം. കർത്താവ് ഭവനം പണിയുന്നില്ലെങ്കിൽ പണിക്കാരായ നമ്മുടെ അധ്വാനം വ്യർത്ഥമാണ്, നിഷ്ഫലമാണ്. കർത്താവ് നഗരം കാക്കുന്നില്ലെങ്കിൽ കാവൽക്കാരുടെ ഉറക്കൊളിവും വ്യർത്ഥമാണ്. ജീവിത വഴികളിൽ കർത്താവ് കരം പിടിക്കുമ്പോഴാണ്, ഈശോ കൂടെ നിൽക്കുമ്പോഴാണ്, ഈശോ നമ്മുടെ മാർഗങ്ങളെ ഏറ്റെടുത്ത് വഴി നടത്തുമ്പോഴാണ് എല്ലാം അനുഗ്രഹമാകുന്നത്, സന്തോഷമാകുന്നത്. കർത്താവെ, ഈ ദിനം മുഴുവൻ നീ ഞങ്ങളോടൊപ്പമായിരിക്കണമേ എന്ന് ഈ പ്രഭാതത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ മറിയമാണ് ഈ പ്രഭാത വിരുന്ന ശുശ്രൂഷയുടെ സ്വർഗീയ മധ്യസ്ഥ. അമ്മയോട് ചേർന്നുള്ള പ്രാർത്ഥനകളാണ് ഈ ശുശ്രൂഷ ഓരോ പ്രഭാതത്തിലും അഭിഷേകമായി, അനുഗ്രഹമായി ആയിരങ്ങളിലേക്ക് കടന്നു ചെല്ലുവാൻ ശക്തിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തോട് ഈ പ്രഭാത വരുന്ന ശുശ്രൂഷയെയും ഇതിനോട് ചേർന്ന് പ്രവർത്തിക്കുന്ന എല്ലാ പ്രേക്ഷിതരെയും, ഓരോ പ്രഭാതത്തിലും ടി വി സ്ക്രീനിന് മുമ്പിൽ ദാഹത്തോടെ ആയിരുന്ന് വചനം കേട്ട് ആത്മീയ കൃപകളെ പ്രാപിക്കുന്ന അനേകായിരങ്ങളെയും ചേർത്ത് വെച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. യേശുവിൽ പ്രിയമുള്ളവരെ, ഈ ദിനത്തിൻ്റെ തിരുവചനങ്ങൾ കേൾക്കുവാൻ പ്രാർത്ഥനാപൂർവ്വം നമുക്കൊരുങ്ങാം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ് വചനം കേൾക്കാനും സ്വീകരിക്കാനും ദൈവിക സന്ദേശത്തെ സ്വന്തമാക്കുവാനും നാം എല്ലാവരെയും സഹായിക്കുന്നത്. പരിശുദ്ധാത്മാവിനെ കൂടാതെ വചനത്തിൻ്റെ ജ്ഞാനത്തിലേക്ക് കടന്നു വരുവാൻ നമുക്കാർക്കും സാധ്യമല്ല. എമ്മാവുസിലേക്ക് യാത്ര ചെയ്യുകയായിരുന്ന പ്രിയ ശിഷ്യന്മാരുടെ ഹൃദയങ്ങളെ വചനം കേൾക്കുവാൻ, ഉത്തിതനെ തിരിച്ചറിയുവാൻ തക്കവിധം തുറന്നുകൊടുത്ത പരിശുദ്ധാത്മാവെ, ഈ പ്രഭാതത്തിൽ ഞങ്ങളുടെയും ഹൃദയങ്ങളെ അവിടുന്ന് വചനത്തിനായി തുറന്നു തരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഓ പ്രിയ പരിശുദ്ധാത്മാവെ, ഈ പ്രഭാതത്തിൽ ഞങ്ങളങ്ങേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, നന്ദി പറയുന്നു. പരിശുദ്ധാത്മാവെ, ഞങ്ങളുടെ ഹൃദയങ്ങളെ, ബുദ്ധിയെ, മനസ്സിനെ എല്ലാം അവിടുന്ന് പ്രകാശിപ്പിക്കണമേ. ഞങ്ങളിപ്പോൾ കേൾക്കാൻ പോകുന്ന വചനങ്ങളെ ഹൃദയം തുറന്ന് സ്വീകരിക്കുവാൻ,
ആ വചനത്തിൻ്റെ ജ്ഞാനത്തെ ഉൾക്കൊള്ളുവാൻ, ആ വചന വഴികളിൽ ജീവിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ പരിശുദ്ധാത്മാവെ അവിടുന്ന് ഞങ്ങൾ ഓരോരുത്തരെയും ശക്തിപ്പെടുത്തണമേ. യേശുവിൽ പ്രിയമുള്ളവരെ, ഈ ദിനത്തിൻ്റെ നിയോഗമായി നമുക്ക് പ്രത്യേകമായി ആഗോള കത്തോലിക്ക തിരുസഭയെ പ്രത്യേകം സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. വളരെ വെല്ലുവിളിയാർന്ന ഈ കാലഘട്ടത്തിൽ യേശുവിൻ്റെ സ്നേഹത്തിൻ്റെ, കാരുണ്യത്തിൻ്റെ, നന്മയുടെ ഒരു കുദാശിയായി തിരുസഭ മാറുവാൻ, ലോകത്തിൽ ദൈവത്തിൻ്റെ ഈശോയുടെ സ്വരമായി സഭ നിലകൊള്ളുവാൻ പരിശുദ്ധാത്മാവെ യേശു രക്തം വില കൊടുത്ത് വാങ്ങിയ, സ്വന്തമാക്കിയ സഭയെ, സഭയുടെ മുഖത്തെ നീ നവീകരിക്കണമേ എന്ന് പ്രത്യേക നിയോഗമായി നമുക്ക് പ്രാർത്ഥിക്കാം. പരിമളത്തിനുറവയാം നറുസൗരഭ്യമാകട്ടെ ഞങ്ങളുമീ മണ്ണിൽ. യേശുവിൽ പ്രിയമുള്ളവരെ, വിശുദ്ധ യോഹന്നാൻ ശ്ലീഹ എഴുതിയ സുവിശേഷത്തിൻ്റെ 6-ാം അധ്യായം 60 മുതൽ 71 വരെയുള്ള വചനങ്ങൾ പ്രാർത്ഥനാപൂർവം നമുക്ക് ശ്രവിക്കാം. ഇത് കേട്ട് അവൻ്റെ ശിഷ്യരിൽ പലരും പറഞ്ഞു, ഈ വചനം കഠിനമാണ്, ഇത് ശ്രവിക്കാൻ ആർക്ക് കഴിയും? തൻ്റെ ശിഷ്യന്മാർ പിറുപിറുക്കുന്നതെന്ന് മനസ്സിലാക്കി യേശു അവരോട് ചോദിച്ചു, ഇത് നിങ്ങൾക്ക് ഇടർച്ച വരുത്തുന്നുവോ? അങ്ങനെയെങ്കിൽ മനുഷ്യപുത്രൻ ആദ്യം ആയിരുന്നിടത്തേക്ക് ആരോഹണം ചെയ്യുന്നത് നിങ്ങൾ കണ്ടാലോ? ആത്മാവാണ് ജീവൻ നൽകുന്നത്, ശരീരം ഒന്നിനും ഉപകരിക്കുന്നില്ല. നിങ്ങളോട് ഞാൻ പറഞ്ഞ വാക്കുകൾ ആത്മാവും ജീവനുമാണ്. എന്നാൽ വിശ്വസിക്കാത്തവരായി നിങ്ങളിൽ ചിലരുണ്ട്. അവർ ആരെന്നും തന്നെ ഒറ്റിക്കൊടുക്കാനിരിക്കുന്നവൻ ആരെന്നും ആദ്യം മുതലേ അവൻ അറിഞ്ഞിരുന്നു. അവൻ പറഞ്ഞു, ഇതുകൊണ്ടാണ് പിതാവിൽ നിന്ന് വരം ലഭിച്ചാലല്ലാതെ എൻ്റെ അടുക്കലേക്ക് വരാൻ ആർക്കും സാധിക്കുകയില്ല എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. ഇതിനുശേഷം അവൻ്റെ ശിഷ്യന്മാരിൽ വളരെ പേർ അവനെ വിട്ടുപോയി. അവർ പിന്നീട് ഒരിക്കലും അവൻ്റെ കൂടെ നടന്നില്ല. യേശു 12 പേരോടുമായി ചോദിച്ചു, നിങ്ങളും പോകാൻ ആഗ്രഹിക്കുന്നുവോ? ശിമയോൻ പത്രോസ് മറുപടി പറഞ്ഞു, കർത്താവേ, ഞങ്ങൾ ആരുടെ അടുത്തേക്ക് പോകും? നിത്യജീവൻ്റെ വചനങ്ങൾ നിൻ്റെ പക്കലുണ്ട്. നീയാണ് ദൈവത്തിൻ്റെ പരിശുദ്ധനെന്ന് ഞങ്ങൾ വിശ്വസിക്കുകയും അറിയുകയും ചെയ്തിരിക്കുന്നു. യേശു അവരോട് പറഞ്ഞു, നിങ്ങൾ 12 പേരെ ഞാൻ തിരഞ്ഞെടുത്തില്ലേ? എന്നാൽ നിങ്ങളിൽ ഒരുവൻ പിശാചാണ്. അവനിത് പറഞ്ഞത് ശിമയോൻ സ്കറിയോത്തായുടെ മകനായ യൂദാസിനെ കുറിച്ചാണ്. എന്തെന്നാൽ 12 പേരിൽ ഒരുവനായവനാണ് യേശുവിനെ ഒറ്റിക്കൊടുക്കാനിരുന്നത്. യേശുവിൽ പ്രിയമുള്ളവരെ, യോഹന്നാൻ്റെ സുവിശേഷത്തിൻ്റെ 6-ാം അധ്യായം 60 മുതൽ 71 വരെയുള്ള വചനങ്ങൾ ഒരുപക്ഷെ സുവിശേഷങ്ങളിലെ തന്നെ ഏറ്റവും ദീർഘമായ ഒരു അധ്യായം ഏതെന്ന് ചോദിച്ചാൽ അത് യോഹന്നാൻ്റെ സുവിശേഷത്തിൻ്റെ 6-ാം അധ്യായമാണ്. എന്തുകൊണ്ടാണ് ഈ അധ്യായം ഇത്ര കണ്ട് നീണ്ടുപോയത്, ദൈർഘ്യമുള്ളതായത്? ബൈബിൾ പണ്ഡിതന്മാർ തന്നെ ഇതിനെക്കുറിച്ച് പറയുന്നത് ഇപ്രകാരമാണ്. അവർ പറയുന്നു, യേശുവിൻ്റെ പരിശുദ്ധ കുർബാനയെക്കുറിച്ചുള്ള പ്രബോധനം ഈ യോഹന്നാൻ്റെ സുവിശേഷത്തിൻ്റെ 6-ാം അധ്യായത്തിലാണ് യേശു നമുക്ക് തരുന്നത്. യേശു നൽകിയ പ്രബോധനം അത് കേൾവിക്കാർക്ക് സ്വീകരിക്കാൻ, മനസ്സിലാക്കാൻ അത്ര കണ്ട് വിഷമമേറിയതായതുകൊണ്ട് യേശുവിന് വീണ്ടും വീണ്ടും പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് വിശദീകരിച്ച് കൊടുക്കേണ്ടി വന്നു. അങ്ങനെ ഈ അധ്യായം ഏറെ ദൈർഘ്യമുള്ള ഒരധ്യായമായി മാറി. പ്രിയമുള്ളവരെ, എന്താണ് ഇത് നമുക്ക് നൽകുന്ന പാഠം? കർത്താവിൻ്റെ പരിശുദ്ധ കുർബാന, അതിനെക്കുറിച്ചുള്ള പ്രബോധനം, അത് മനുഷ്യ ബുദ്ധിക്ക്, മനുഷ്യയുക്തിക്ക് സ്വീകരിക്കാൻ എളുപ്പമുള്ള ഒരു പ്രബോധനമല്ല. അതുകൊണ്ടാണ് ഈശോ ഇതിനെക്കുറിച്ച്, പരിശുദ്ധ കുർബാനയെക്കുറിച്ച് പ്രഘോഷിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ കേൾവിക്കാർ പലരും പിറുപിറുക്കുകയും പലരും സദസ്സിൽ നിന്ന് എഴുന്നേറ്റ് പോവുകയും എല്ലാം ചെയ്തത്. ഒരുപാട് പേര് സദസ്സിൽ നിന്ന് എഴുന്നേറ്റ് പോയി എന്ന വചനം സാക്ഷ്യപ്പെടുത്തുന്നു. അവസാനം 12 ശിഷ്യന്മാർ മാത്രമായി. ശിഷ്യന്മാർക്കാകട്ടെ മറ്റുള്ളവരെ പോലെ അങ്ങനെ എഴുന്നേറ്റ് പോകുകയും സാധ്യമല്ല. അങ്ങനെ ഒരിരിപ്പ് അവരിയ്ക്കുകയാണ്. അപ്പോഴാണ് ഈശോ അവരോടും ചോദിക്കുക, നിങ്ങളും അവരോടൊപ്പം പോകാൻ ആഗ്രഹിക്കുന്നുവോ? പ്രിയമുള്ളവരെ, ശിഷ്യന്മാരോട്
ഈശോ ഇങ്ങനെ ചോദിച്ചപ്പോൾ പത്രോസാണ് ഈശോയ്ക്ക് മറുപടി നൽകി, കർത്താവേ, ഞങ്ങൾ എവിടേക്ക് പോകാനാണ്? നിത്യജീവൻ്റെ വചസ്സുകൾ നിൻ്റെ പക്കലാണല്ലോ. ആത്മാവിൻ്റെ ആഴത്തിൽ നിന്ന് വലിയൊരു തിരിച്ചറിവിൽ നിന്നാണ് പത്രോസ് യേശുവിൻ്റെ മുമ്പിൽ ഈ വലിയ സത്യമേറ്റ് പറയുക. കർത്താവ്, ഞങ്ങൾ എവിടെ പോകാനാണ്? നിത്യജീവൻ്റെ വചസ്സുകൾ നിൻ്റെ പക്കലുണ്ടല്ലോ. നമ്മുടെ ഓരോരുത്തരുടെയും വിശ്വാസ ജീവിതത്തിൽ, ആത്മീയ ജീവിതത്തിൽ നമ്മളായിരിക്കുമ്പോൾ ആഴത്തിൽ തിരിച്ചറിയേണ്ട ഒരു ദൈവിക ബോധ്യം പത്രോസിലൂടെ കർത്താവായ യേശു നമുക്ക് നൽകുകയാണ്. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഈ തിരിച്ചറിവ് ഇല്ലാതെയാണ് നമ്മൾ ജീവിക്കുന്നത്. കർത്താവ്, ഞങ്ങൾ എവിടെ പോകാനാണ്? നിത്യജീവൻ്റെ വചസ്സുകൾ നിൻ്റെ പക്കലാണല്ലോ. ഇതുകൊണ്ടാണ് കർത്താവിനെ വിട്ടുപിരിയാതെ നാം കർത്താവിൻ്റെ കൂടെ ഇരിക്കേണ്ടത്. പ്രിയമുള്ളവരെ, സുവിശേഷങ്ങളിൽ മനോഹരമായൊരു രംഗം ഈശോ ലാസറിൻ്റെ ഭവനം സന്ദർശിക്കുന്നതിനെക്കുറിച്ച് വിവരിക്കുന്നൊരു ഭാഗം. കർത്താവ് ലാസറിൻ്റെ ഭവനം സന്ദർശിക്കുകയാണ്. ലാസറിൻ്റെ ഭവനത്തിൽ ഈശോയെ മർത്തയും മറിയവും സ്വീകരിക്കുന്നു. മർത്ത യേശുവിനെ ശുശ്രൂഷിക്കാനുള്ള തത്രപ്പാടിലാണ്, വ്യഗ്രതയിലാണ്. അവളോടി പരതി നടക്കുകയാണ്. ഓരോരോ കാര്യങ്ങൾ ഒരുക്കിയോ ഓരോരോ കാര്യങ്ങൾ സംഘടിപ്പിച്ചോ അവൾ ഓട്ടത്തിലാണ്, തത്രപ്പാടിലാണ്, വ്യഗ്രതയിലാണ്. എന്നാൽ മറിയമാകട്ടെ കർത്താവിൻ്റെ പാദത്തിങ്കൽ അവൾ ഇരിക്കുകയാണ്. സാഗൂതം കർത്താവ് പറയുന്നത് കേട്ടുകൊണ്ട് അവൾ ഇരിക്കുകയാണ്. പ്രിയമുള്ളവരെ, മർത്തയും മറിയവും അവർ രണ്ടുപേരും രണ്ട് തട്ടിലാണ്, ഒരു തട്ടിലല്ല. എന്താണ് അവർ തമ്മിലുള്ള വ്യത്യാസം? പത്രോസ് പറഞ്ഞ ഈ വാക്കുകളെ ജീവിച്ചവളാണ് മറിയം. കർത്താവ്, ഞങ്ങൾ എവിടെ പോകാനാണ്? നിത്യജീവൻ്റെ വചസ്സുകൾ നിൻ്റെ പക്കലാണല്ലോ. ഈ വലിയ ആത്മാവിൻ്റെ തിരിച്ചറിവോടെ മറിയം ഗുരുമുഖത്തേക്ക് നോക്കി, അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കി, അവൻ്റെ അധരങ്ങളിൽ നിന്ന് അടർന്നു വീഴുന്ന രക്ഷാവചനങ്ങളെ ദാഹത്തോടെ അവൾ സ്വീകരിക്കുകയാണ്. ആ വചനങ്ങളുടെ മാധുര്യം അവൾ അനുഭവിക്കുകയാണ്. എസെക്കിയേൽ പ്രവാചകൻ്റെ പുസ്തകത്തിൻ്റെ ആരംഭ അധ്യായത്തിൽ എസെക്കിയേലിന് ദൈവം പ്രവചനങ്ങൾ നൽകുന്നതിനെക്കുറിച്ച് പറയുന്നുണ്ട്. എസെക്കിയേലിന് വിളി നൽകുന്നതിനെക്കുറിച്ച് വചനം പറയുന്നുണ്ട്. അവിടെ എന്താണ് പറയുന്നത്? എസെക്കിയേൽ തൻ്റെ അനുഭവം എങ്ങനെയാണ് പങ്കുവയ്ക്കുക? കർത്താവ് ഒരു ചുരുൾ എൻ്റെ വായിലേക്ക് വച്ചു തന്നു, എന്നോട് ഭക്ഷിക്കാൻ ആവശ്യപ്പെട്ടു, ഞാനത് ഭക്ഷിച്ചു. അത് ഏറെ മധുരിക്കുന്ന ഒന്നായിരുന്നു. പ്രിയമുള്ളവരെ, കർത്താവിൻ്റെ വചനം എസെക്കിയേലിൻ്റെ നാവിൽ അത് ഏറെ മധുരിപ്പിക്കുന്ന ഒന്നായി തീർന്നു. ദൈവത്തിൻ്റെ വചനം ദാഹത്തോടെ കേൾക്കുന്ന ഏതൊരുവനും അത് മധുരിപ്പിക്കുന്ന, ഈ ഭൂമിയിലെ മറ്റൊന്നിനും നൽകാൻ കഴിയാത്ത, ആത്മാവിനെ പുളകിതമാക്കുന്ന, ആത്മാവിനെ ശാന്തമാക്കുന്ന, ആത്മാവിനെ ദൈവിക പ്രകാശം കൊണ്ട് നിറയ്ക്കുന്ന, ആത്മാവിനെ വിശ്വാസത്തിൻ്റെ തീ കൊണ്ട് ജ്വലിപ്പിക്കുന്ന അഗ്നികുണ്ഡം പോലെ വചനം നമ്മെ അഭിഷേകം ചെയ്യും. പ്രിയമുള്ളവരെ, കർത്താവ് നമുക്ക് നൽകുന്ന ഓരോ വചനവും ഹൃദയം തുറന്ന് പ്രാർത്ഥനയോടെ ദാഹത്തോടെ സ്വീകരിക്കുന്ന ഏതൊരുവൻ്റെ അനുഭവം ഇതിൽ നിന്ന് ഒരിക്കലും വ്യത്യസ്തമാവില്ല. കർത്താവ് പരിശുദ്ധ കുർബാനയെക്കുറിച്ച് പറഞ്ഞു പോകുമ്പോൾ പ്രിയമുള്ളവരെ, കേൾവിക്കാർക്ക് അത് സ്വീകരിക്കാൻ, മനസ്സിലാക്കാൻ ഏറെ വൈഷമ്യമുണ്ടായി. ഏറ്റവും ഒടുവിൽ കർത്താവിൻ്റെ ശിഷ്യന്മാർ മാത്രമായി. അപ്പോഴാണ് ഈശോ പറഞ്ഞത്, എൻ്റെ പിതാവിൽ നിന്ന് വരം ലഭിച്ചാലല്ലാതെ ആർക്കും എൻ്റെ അരികിൽ വരുവാൻ സാധ്യമല്ല. കൃപ ലഭിക്കാത്തവർ എന്നെ വിട്ടുപോകും, കൃപ ലഭിച്ചവർ എന്നോടൊപ്പം നിൽക്കും. പ്രിയമുള്ളവരെ, ഇന്നും ഇത് തന്നെയാണ് സത്യം. വിശ്വാസ ജീവിതത്തിൽ നാം എല്ലാവരും വിശ്വാസികൾ എന്ന പേരിൽ നിലയിലൊക്കെ ജീവിക്കുമ്പോഴും കർത്താവിൻ്റെ കൂടെ നിൽക്കുന്നവരാരാണ്? യേശുവിനോടൊപ്പം നിൽക്കുന്നവരാരാണ്? യേശുവിന് വില കൊടുത്ത് സ്നേഹിക്കുന്നവരാരാണ്? അവർ മറ്റാരുമല്ല, അവർ പിതാവിൽ നിന്ന് വരം ലഭിച്ചവരാണ്, പിതാവിൽ നിന്ന് കൃപ ലഭിച്ചവരാണ്. കൃപ ലഭിക്കാത്ത ഒരാൾക്കും ഹൃദയത്തിലും മനസ്സിലും ജീവിതത്തിലും യേശുവിനോടൊപ്പം ആയിരിക്കുക സാധ്യമല്ല. ഈ വിശ്വാസ ജീവിത വഴികളിൽ ഞാൻ നിങ്ങളുമായിരിക്കുമ്പോൾ പ്രിയമുള്ളവരെ, നമ്മ ഓരോരുത്തരോടും ആവർത്തിച്ച് ചോദിക്കേണ്ട ഒരു ചോദ്യമുണ്ട്. ഈ വിശ്വാസ ജീവിതത്തിൽ ഞാൻ യേശുവിനോടൊപ്പമാണോ? മറിയത്തെ പോലെ ഞാൻ അവൻ്റെ പാദത്തിങ്കിൽ ഇരിക്കുന്നവനാണോ? ഗുരുമുഖത്തേക്ക് നോക്കി
അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കി അവൻ്റെ അധരങ്ങളിൽ നിന്ന് അടർന്നു വീഴുന്ന രക്ഷാവചനങ്ങളെ ദാഹത്തോടെ സ്വീകരിക്കുന്നവനാണോ? എങ്കിൽ നീ രക്ഷയുടെ പാതയിലാണ്. വിശുദ്ധ പൗലോസ് ശ്ലീഹ കൊറിന്തോസുകാർക്ക് എഴുതിയ 1-ാം ലേഖനത്തിൻ്റെ 1-ാം അധ്യായം 18-ാം വാക്യത്തിൽ വചനം എന്താണ് നമ്മോട് പറയുന്നത്? നാശത്തിലൂടെ ചരിക്കുന്നവർക്ക് കുരിശിൻ്റെ വചനം ബോഷത്വം അത്ര, എന്നാൽ രക്ഷയിലൂടെ ചരിക്കുന്ന നമുക്ക് അത് ദൈവത്തിൻ്റെ ശക്തി അത്ര. പ്രിയമുള്ളവരെ, നമുക്ക് തിരിച്ചറിയാം, ജീവനുള്ള ദൈവത്തിൻ്റെ വചനം അതിൻ്റെ മഹത്വത്തിൽ, അതിൻ്റെ കൃപയിൽ, അതിൻ്റെ ശക്തിയിൽ സ്വീകരിക്കാൻ എനിക്ക് കഴിയുന്നില്ല എങ്കിൽ, എനിക്ക് ഇനിയും ആയിട്ടില്ല എങ്കിൽ, വചനം പറയുന്നു നീ ആത്മനാശത്തിൻ്റെ വഴിയിലാണ്. സ്വീകരിക്കാൻ കഴിയുന്നെങ്കിലോ നീ രക്ഷാ വഴിയിലുമാണ്. നമുക്ക് ഈ പ്രഭാതത്തിൽ തിരിച്ചറിയാം, ജീവിതത്തിൻ്റെ വ്യഗ്രതകളിൽ, ഓട്ടങ്ങളിൽ എല്ലാം ഞാനും നിങ്ങളും ആയിരിക്കുമ്പോൾ ഞാൻ ആത്മരക്ഷയുടെ വഴിയിലാണോ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്? ക്രൂശിതനായ എൻ്റെ ഈശോയോടൊപ്പമാണോ ഞാനായിരിക്കുന്നത്? ശിഷ്യന്മാരെ പോലെ അവൻ്റെ ജീവസുറ്റ വചനങ്ങളെ സ്വീകരിക്കാൻ ഗുരുമുഖത്തേക്ക് നോക്കിയാണോ ഞാൻ യാത്ര ചെയ്യുന്നത്? ഈ പ്രഭാതം ഒരു തിരിച്ചറിവാകട്ടെ. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ ആത്മനേത്രങ്ങളെ തുറന്നു തരട്ടെ. ദൈവത്തിൻ്റെ അനന്തമായ ജ്ഞാനം നമ്മുടെ ആത്മാക്കളെ പ്രകാശിതമാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ആബാ പിതാവേ, സ്നേഹാഗ്നിയാൽ ജ്വലിക്കട്ടെ മക്കളാ ഞങ്ങളെല്ലാം. പിതാവായ ദൈവമേ, ഈ പ്രഭാതത്തിൽ ഞങ്ങളൊന്ന് ചേർന്ന് അങ്ങേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, നന്ദി പറയുന്നു. ഓ കർത്താവായ ദൈവമേ, ഈ ജീവിത വഴികളിൽ എപ്പോഴും നിന്നോടൊപ്പമായിരിക്കുവാൻ, നിൻ്റെ കരങ്ങളിൽ ആശ്രയിക്കുവാൻ, നിൻ്റെ കാൽപ്പാടുകളെ പിഞ്ചെല്ലുവാൻ ഞങ്ങളേവർക്കും കരുണയും കൃപയും നൽകണമേ. കർത്താവായ യേശുവേ, പരിശുദ്ധ കുർബാനയായി ഞങ്ങളിലേക്ക് എഴുന്നള്ളി വരുന്ന നിൻ്റെ കരുണയ്ക്ക്, കൃപയ്ക്ക് നന്ദി അർപ്പിക്കുന്നു. തന്നെ മുറിച്ച് നൽകിക്കൊണ്ട്, തന്നെ ചിന്തി നൽകിക്കൊണ്ട്, സ്നേഹത്തിൻ്റെ മഹത്തായ പാഠം ഈശോയെ ഓരോ ബലിയിലും നീ ഞങ്ങൾക്ക് തരുമ്പോൾ നിൻ്റെ ബലി ജീവിക്കുന്നവരാകുവാൻ, ഞങ്ങളെയും മറ്റുള്ളവർക്ക് സ്നേഹത്തെ പ്രതി മുറിച്ച് നൽകുവാൻ നിൻ്റെ കൃപയാൽ, സ്നേഹത്താൽ നീ ഞങ്ങളെ നിറയ്ക്കണമേ. പരിശുദ്ധാത്മാവായ ദൈവമേ, നിത്യജീവൻ്റെ വചനങ്ങൾക്ക് വേണ്ടിയുള്ള ആഴമേറിയ ദാഹത്താൽ ഞങ്ങളുടെ ആത്മാക്കളെ അവിടുന്ന് നിറയ്ക്കണമേ. അമ്മേ ദൈവമാതാവേ, അമ്മ വചനം മാംസമായി തീർന്നവളാണ്, വചനത്തിന് മാംസം നൽകിയവളാണ് അമ്മ. അമ്മേ ദൈവമാതാവേ, ഞങ്ങളും ദൈവത്തിൻ്റെ ജീവസുറ്റ വചനങ്ങളെ ഹൃദയപൂർവ്വം ഉൾക്കൊണ്ട് ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കി അതിനെ മാറ്റുവാൻ അമ്മ ഞങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കണമേ. സകല വിശുദ്ധരെ, ഞങ്ങൾ ഓരോരുത്തരുടെയും ജീവിത വഴികളിൽ യേശുവിൻ്റെ വചനങ്ങളെ ജീവിക്കുവാനും ആ വചനങ്ങൾക്ക് സാക്ഷ്യം നൽകുവാനും നിങ്ങൾ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണമേ. ഞങ്ങളെ കാക്കുന്ന കാവൽ മാലാഖമാരെ, ദൂതന്മാരെ ജീവിത വഴികളിൽ സാന്നിധ്യമായി ഞങ്ങളോടൊപ്പമായിരുന്ന സംരക്ഷണം, പരിപാലനം ഞങ്ങളേവർക്കും നൽകി ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ.
സ്നേഹമേ മണ്ണിൽ ആത്മദാനമായി തീർന്നു നീ. പാപം നീക്കാൻ മുൾമുടി ചൂടിയ കരുണസാഗര ദൈവസുതാ, അതിരു കാണാത്ത സ്നേഹമേ മണ്ണിൽ ആത്മദാനമായി തീർന്നു നീ. പാപം നീക്കാൻ മുൾമുടി ചൂടിയ കരുണാസാഗര ദൈവസുതാ. അന്നു കാൽവരി മേലെ മേയിൽ ദാരുണം പീഡയേറ്റു നീ. അന്നു കാൽവരി മേലെ മേയിൽ ദാരുണം പീഡയേറ്റു നീ. ദിവ്യഗാത്രത്തിലേറ്റ മുറിവുകൾ എന്റെ എന്റെ പാപങ്ങൾ ഹേതുവാലേ. അതിരു കാണാത്ത സ്നേഹമേ മണ്ണിൽ ആത്മദാനമായി തീർന്നു നീ. പാപം നീക്കാൻ മുൾമുടി ചൂടിയ കരുണാസാഗര ദൈവസുതാ. ലോക പാപങ്ങളേറ്റു നീയന്നു രക്ഷ നൽകിയുന്നൂഴിയിൽ. ലോക പാപങ്ങളേറ്റു നീയന്നു രക്ഷ നൽകിയുന്നൂഴിയിൽ. കനിവു കാട്ടുന്നു നാഥ നീയെന്നും നിന്നെ ഞാൻ മറക്കുന്ന നേരവും, നിന്നെ ഞാൻ മറക്കുന്ന നേരവും. അതിരു കാണാത്ത സ്നേഹമേ മണ്ണിൽ ആത്മദാനമായി തീർന്നു നീ. പാപം നീക്കാൻ മുൾമുടി ചൂടിയ കരുണാസാഗര ദൈവസുതാ. അതിരു കാണാത്ത സ്നേഹമേ മണ്ണിൽ ആത്മദാനമായി തീർന്നു നീ. പാപം നീക്കാൻ മുൾമുടി ചൂടിയ കരുണാസാഗര ദൈവസുതാ. യേശുവിൽ പ്രിയമുള്ളവരെ, ഈ ദിനത്തിൻ്റെ ആശീർവാദ പ്രാർത്ഥനയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ലോകമെമ്പാട് ടി വി സ്ക്രീനിൻ്റെ മുമ്പിലായിരുന്ന വചനം കേട്ടും പ്രാർത്ഥിച്ചും ആയിരിക്കുന്ന അനേകായിരങ്ങളോട് ചേർന്ന ഒരു മനസ്സോടെ ഒരു ഹൃദയമായി നമുക്ക് നമ്മുടെ പ്രാർത്ഥനകളും നിയോഗങ്ങളെല്ലാം യേശുവിങ്കിലേക്ക് ഉയർത്താം. യേശുവിൻ്റെ നാമമാണ് രക്ഷാനാമം. നമ്മുടെ ജീവിതത്തിൻ്റെ ശക്തിദുർഗമാണ്, കോട്ടയാണ്, പരിചയമാണ് യേശുവിൻ്റെ നാമം. ആ നാമത്തിലാണ് നമ്മൾ ഒന്നായി പ്രാർത്ഥിക്കുന്നത്. സ്വർഗം തുറക്കുന്ന അനുഗ്രഹ നിമിഷങ്ങളാണ്. ആഗോള കത്തോലിക്കാ സഭയോടും കത്തോലിക്കാ സഭയെ നയിക്കുന്ന പരിശുദ്ധ പിതാവിനോടും എല്ലാ കർദിനാൾമാരോടും മെത്രാന്മാരോടും വൈദികരോടും വിശ്വാസി സമൂഹങ്ങളോടെല്ലാം ചേർന്ന ആത്മീയ കൂട്ടായ്മയായി നമ്മുടെ പ്രാർത്ഥനകളും നിയോഗങ്ങളെല്ലാം സ്വർഗത്തിലേക്ക് ഉയർത്താം. ലോകമെമ്പാടും രോഗത്തിലും ദുരിതത്തിലും ദുഃഖത്തിലും
ഞെരുക്കങ്ങളിലും പീഡനങ്ങളിലും മർദ്ദനങ്ങളിലും ആയിരിക്കുന്ന ദൈവത്തിൻ്റെ എല്ലാ പ്രിയ മക്കളെയും അവരുടെ പ്രാർത്ഥനാ നിയോഗങ്ങളെയും യേശു കരങ്ങളിലേക്ക് ഏൽപ്പിച്ചുകൊണ്ട് നമുക്കൊന്നു ചേർന്ന് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. യേശുവിൽ പ്രിയമുള്ളവരെ, ഗുഡ്നസ് ടിവിയുടെ ഈ പ്രമാദ വരുന്ന ശുശ്രൂഷയ്ക്ക് നിങ്ങളേവരും നൽകിക്കൊണ്ടിരിക്കുന്ന വിലയേറിയ പ്രാർത്ഥനകൾക്കും പ്രോത്സാഹനങ്ങൾക്കും യേശുവിൻ്റെ ധന്യനാമത്തിൽ നിങ്ങൾക്ക് നന്ദി അർപ്പിക്കുകയാണ്. തീർച്ചയായും നിങ്ങൾ ഓരോരുത്തരുടെ വിലയേറിയ പ്രാർത്ഥനകളാണ് ഈ ശുശ്രൂഷയെ അനുഗ്രഹമായി വലിയൊരു അഭിഷേകമായി ഓരോ പ്രമാദത്തിലും ശക്തിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. ഇനി തുടർന്നും നിങ്ങൾ അർപ്പിക്കുന്ന ബലികളിലും നിങ്ങൾ ചൊല്ലുന്ന ജപമാല പ്രാർത്ഥനകളിലും നൊവേനകളിലും എല്ലാം ഈ ശുശ്രൂഷയെ ഓർക്കണമേ എന്ന് ഈശോയുടെ നാമത്തിൽ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. തീർച്ചയായും മരിയൻ കൂടാരങ്ങളിൽ പ്രേക്ഷിത മക്കൾ രാവും പകലും നിങ്ങളുടെ നിയോഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. തക്ക സമയത്ത് നല്ല ദൈവം നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളിലേക്ക് കരം നീട്ടി കടന്നു വരട്ടെ എന്ന് പ്രത്യേകമായി ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. നിങ്ങളേവർക്കും ഈശോയുടെ ധന്യനാമത്തിൽ നല്ലൊരു ദിനം നേരുന്നു. ആമേൻ.